പിറ്റേ ദിവസം രാവിലെ 5 എന്താണ് ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്, മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ അവർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുൻ്റെ കൂടെ വരണമെന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീനെ അവിടെ നിർത്തി. മുബീനോ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായിരുന്നു. പിന്നെ സാറേ, ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായത് ഇന്റേതായ ഒരു ശൈലിയിൽ പോയത്. പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ചോദിച്ചോളൂ. എന്താണ്? അല്ല, അതൊന്നും ഞാൻ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഞാൻ അവരിപ്പോ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണോ ഈ വിഷയത്തിൽ പോയത്? അല്ലല്ലോ, അവരെന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതൊന്നും പല ഘട്ടത്തിലും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ അതിന്റെ തർക്കത്തിലേക്കാണ്. ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ്, നിങ്ങൾ ഇത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോണ്ടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അതിൽ ആരെ ഭാഗമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ദയവ് ചെയ്തിട്ട് നമ്മളിതൊരു എന്താ പറയുക, ഇതൊരു ഒരുമിപ്പിച്ച ഒരു സഹോദര്യത്തിൽ പോണ ഒരു കാര്യമാണ്. ഞാനും മാൽപ്പയും നാടൻ കളിച്ചത് ജനങ്ങൾക്ക് ഇത് മൊത്തം ഓപ്പണാണ്. ഇത് മുഴുവൻ എന്താണ്, ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ മൊത്തം കണ്ടതാണ്. നമ്മളെ കരച്ചിലും എന്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത്. അവരെ കരഞ്ഞിട്ടില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോ വൈകാരികമായിട്ട് എന്താവും, അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. 72 ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം, എന്റെ ഫാമിലിനെ സംബന്ധിച്ചോളം 72 കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി. ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും. അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും. അതൊന്നും എന്താ പറയാ, അതിലൊന്നും കാര്യമില്ല. ഇല്ല, അത് നമുക്ക് അത്രേ ഉള്ളൂ. ബൈക്കിന്റെ ചോദിച്ചില്ലല്ലോ. ബൈക്ക് ഇപ്പോൾ അർജുന്റെ ബൈക്ക് ഇവിടെ എത്തിയതിന്റെ ഒരു വിശദീകരണമാണ് ഇതിന്. ബൈക്ക് അർജുന് ഞങ്ങൾ ഓഫീസിൽ ലാസ്റ്റ് പോണതിന്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് 1-2 ട്രിപ്പ് മുന്നേ, ഒരു മാസം മുന്നേ അങ്ങനെ വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാഹനമാണ്. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാഹനം ഞങ്ങൾ ഈ കുളങ്ങൽപ്പിടി പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസ അർജുൻ തന്നെയാണ് ആ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തത്. അത് കഴിഞ്ഞ് അപകടം സംഭവിച്ചു ഒരു ആഴ്ച അങ്ങനെ എന്തോ ആകുമ്പോഴേക്കും അവർ ആ വാഹനം അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച വാഹനം അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാട് നോക്കി. മനാഫ്ക ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ട് അതിലൊന്നും അതൊക്കെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അത് ആ യൂട്യൂബർ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ്. മനാഫ്ക ആ പൈസ കൊടുത്തു അല്ലെ പെയിന്റ് അടിച്ചെന്നൊന്നും പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ കാണില്ല. അതുപോലെ ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ പറയല്ലോ, ഇത് അർജുന്റെ ബൈക്കാണെന്ന് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊന്നും അല്ല നമ്മളെ വിഷയം. നമുക്ക് ആ വീട്ടുകാരെ ഒരു വിഷമില്ല. അതെ, അവരും ആയിരുന്നു, അംഗമായിരുന്നു. അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാല്, നമ്മൾ മുഖ്യമന്ത്രിന്റെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത്, അവര് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ചു പോണത്. അതാണ് അതിന്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റീന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും.
അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരെന്തായാലും, കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് അവരാണ് തിരുത്തേണ്ടത്. അതിന്റെ ഭാഗമല്ല. അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരത്തെ ഒരു സ്ഥാനം തന്നിട്ട്, അർജുന്റെ ഫാമിലിനെ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് നമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിക്കണ്. അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവർത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഒരു എന്താ പറയാ നന്ദി നമ്മൾ പ്രകടിപ്പിക്കും അവരോട്. അർജുന്റെ ഫോൺ റിങ് ചെയ്ത് അത് വീഡിയോയിലുണ്ടല്ലോ. അത് അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞത് അവര് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പ്രകാരമാണ് അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞെന്നുള്ള ഒരിത് വന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തും നിൽക്കുന്ന സമയത്ത് ഒരു റിങ്ങും അടിഞ്ഞു. അതൊക്കെ ഒരേ ദിവസങ്ങളാണ് നടക്കുന്നത്. അത് എന്ത് അവിചാരിതത്തിൽ നടന്നതായിരിക്കാം എന്താ എന്നുള്ളത് സത്യാവസ്ഥ അന്ന് അറിയില്ല. ഞങ്ങൾ അന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഓനെ എവിടെ ജീവനോടുണ്ട് എന്നുള്ള സമയത്ത് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ ഞങ്ങൾ അങ്കോലിൽ നിന്നും അന്ന് ഈ റോഡ് മണ്ണ് വീണത് കൊണ്ട് അടവായതുകൊണ്ട് ഞങ്ങൾ അത് ഒരു 30 കിലോമീറ്റർ അവിടെ ഉള്ള മാധ്യമങ്ങൾ അന്ന് വന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഇത് ഈ ഒരു കിലോമീറ്റർ പോകാൻ 40 കിലോമീറ്റർ റൗണ്ട് അടിച്ച് പോകേണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കുംട്ട സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാരതൻസ് ഷോറൂമിൽ നിന്ന് വിളിക്കുന്നത്. വണ്ടിയിലെ GPS ആക്റ്റീവ് ആണെന്ന്. ഞങ്ങളത് അപ്പം ഷോറൂമിൽ നിന്നായിരുന്നു പറഞ്ഞത്. അത് എന്നോടും ജിതിനോടും പറഞ്ഞതാണ്. ഞാനെവിടെയും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഒരു അതായത് പഴയ മാറ്ററുകളാണ് GPS കാര്യമൊക്കെ വന്നത്. അതിപ്പോ നമ്മൾ പിന്നെ ഇതിലായി അതാണ് അഭിപ്രായ ഭിന്നത മാറ്റാൻ. നിങ്ങളുടെ വളരെ മാതൃകാപരമാണ്. പക്ഷെ 2ാം ഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനം 2ാം ഘട്ടം മുതൽ ശരിയായില്ല. മൊബൈലിന് കൃത്യമായ ഇടപെടലാണെന്നാണ് അവർ എങ്ങനെ മൊബൈലിൽ അത് എങ്ങനെ തോന്നുന്നു? ഈ ചേട്ടന്റെ ഇടപെടൽ ആരും ഇപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ആരും നമുക്കിപ്പോ ഞാൻ അതിന് ആദ്യം ഒരു കാര്യം പറയാം. അല്ല, ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അർജുനെ കിട്ടുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നങ്ങളില്ലേനും. ഇത് ആദ്യമായിട്ട് അർജുനെ കിട്ടി അർജുനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ 5 എന്താ പറയുക ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്, മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്താനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ അവർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുന്റെ കൂടെ വരണമെന്നതിന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ എന്താണ്, ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീനെ അവിടെ നിർത്തി. മുബീനെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായിരുന്നു. പിന്നീട് ഓരോ ഫാമിലിക്ക് അതൊരു തൃപ്തികരമായ എൻ്റെ മറുപടി ആണെന്ന് തോന്നിയില്ല. ആ ബൈറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്ത് നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ അത് മുബിന്റെ വാരാൻ. പക്ഷെ അത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കരുത്, ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമന്റ്സ് ഇടരുത്, ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് അതും തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലുകാർ അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി. ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മുബിന്റെ വാഹനമാണ്. ഇതിപ്പോ മുബിന്റെ വാഹനോ എന്റെ വാഹനോ അത് ഞമ്മക്കൊരു പ്രശ്നമല്ല. നമ്മള് ഓന്റെ അനിയനാണ്, എന്റെ മൊത്തം സ്വത്ത് എനിക്ക് എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസല്ലേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ല, ഇന്നും ഒരു അതിന്റെ കാര്യത്തിലില്ല. പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു എന്താ പറഞ്ഞ വിട്ട് കളയാം നമുക്ക് ഇതൊക്കെ. നൗഷാദ് തക്കേലിന് ഓരോന്നും മുന്നേ അറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ പൂർണ്ണ തോതിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് വന്ന 2ാമത്തെ ദിവസം മുതൽ ഇവര്
കോഴിക്കോട് കലക്ടറേറ്റിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവരെന്താക്കിക്കണ് അർജുന് ഐക്യദാർഢ്യം നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത് മുന്നിട്ടിറങ്ങിയത്. ഈ ആളുകൾ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാവരും കൂടി പിന്നീട് എന്താ ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയൊരു രൂപത്തിൽ നമ്മളെന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ട്രേഡ് യൂണിയന്റെ ആളുകളുണ്ട്. പറഞ്ഞതാണ് ആ ഒരു മീറ്റിങ്ങിന് അന്നാണ് 41 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് വരാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞ്